രാമ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ സീതായ പദയേ നമഃ. നമസ്തേ. രാമായണ മാസം ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ ശ്രീരാമൻ്റെ സ്തുതി കേൾക്കുന്നത് വിശേഷമാണ്. അതാണിപ്പോൾ നമ്മൾ കേട്ടത്. ഈ സ്തുതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഓരോ നാമങ്ങളും ഓരോരുത്തർ ഭഗവാനെ വിളിക്കുന്നതാണ്. അത് ചിലർക്കൊക്കെ നിശ്ചയമുണ്ടാവും. അത് ഏത് നാമങ്ങൾ ആരെല്ലാമാണ് വിളിക്കുന്നത് എന്ന് നമുക്കൊന്ന് അനുസ്മരിക്കാം. രാമായ, രാമ എന്ന് വിളിക്കുന്നത് പിതാവായിട്ടുള്ള ദശരഥ മഹാരാജാവാണ്. രാമൻ എന്ന് വെച്ചാൽ പല അർത്ഥങ്ങളുമുണ്ട്. സൗന്ദര്യം കൊണ്ട് സന്തോഷിപ്പിക്കുന്നവൻ എന്നുള്ളൊരർത്ഥം നമുക്കിപ്പോൾ ഇവിടെ എടുക്കാം. രാമഭദ്ര, രാമഭദ്ര എന്നാണ്, രാമഭദ്രായ എന്നുള്ളത്. അത് മാതാവായ കൗസല്യാദേവി ഭഗവാനെ വിളിക്കുന്നതാണ്. അടുത്ത് രാമചന്ദ്രായ എന്നാണ്. രാമചന്ദ്ര എന്നാണ് മറ്റൊരു മാതാവായ കൈകേയി വിളിക്കാറുള്ളത്. പിന്നെ വേദസേ, വേദസ് എന്ന് വെച്ചാൽ വിഷ്ണു എന്നോ സൃഷ്ടികർത്താവ് എന്നൊക്കെ പറയാം. ആ നാമം ഉപയോഗിച്ച് ശ്രീരാമചന്ദ്രനെ വിളിക്കുന്നത് അവരുടെ ഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയാണ്. രഘുനാഥായ, രഘുനാഥ എന്ന് ഭഗവാനെ വിളിക്കുന്നത് ആരാണ്? ഋഷിമാരാണ്. രഘുവംശത്തിൻ്റെ നാഥനായിട്ടുള്ള ആള് എന്നർത്ഥത്തിൽ. പിന്നെ നാഥായ എന്നാണ്. അതാരാണ് വിളിക്കുന്നതെന്ന് പൊതുവെ എല്ലാവർക്കും നിശ്ചയം ഉണ്ടാവും. പത്നിയായിട്ടുള്ള സീതാദേവിയാണ്. പിന്നെ അവസാനത്തേത് സീതായാം പതയേ നമാണ്. സീതാപതേ എന്ന് ആണ് സീതാദേവിയുടെ പിതാവായിട്ടുള്ള ജനക മഹാരാജാവ് വിളിക്കുന്നത്. ഇങ്ങനെ ഓരോ നാമവും ഓരോരുത്തർ ഭഗവാനെ സംബോധന ചെയ്യുന്നതാണ്. അത് സ്മരിച്ചുകൊണ്ട് നമുക്ക് ആ സ്തുതി ഒരിക്കൽ കൂടി കേൾക്കാം. നമസ്കാരം. രാമ രാമഭദ്രായ രാമചന്ദ്രായ